ടെക്നോയുടെ ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് 2 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 80,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് 2 എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 7.85 ഇഞ്ചിന്റെ 2K+ റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2000x2296 ആണ്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോൾഡബിൾ ഡിസ്പ്ലേ ആണ് ഇത്. അപ്പോൾ നമുക്ക് 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അപ്പോൾ 1,00,000 രൂപയ്ക്ക് താഴെ തന്നെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പം ഓപ്ഷനിൽ ഉള്ളത്. അപ്പം അതാണ് ഈ ഫോണിന്റെ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത്. 1,00,000 രൂപയ്ക്ക് താഴെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. ഒരു ഹാഫിൽ ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ് ഈ ഒരു പഞ്ചോൾ വരുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.42 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ നടക്കുകയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഫോൾഡബിൾ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 249 ഗ്രാം ആണ്. പിന്നെ ഓപ്പൺ ചെയ്തു വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് വെറും 5.5 mm മാത്രമാണ്. പിന്നെ ക്ലോസ് ചെയ്തു വെച്ചാൽ തിക്നെസ് വരുന്നത് 11.98 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഫാൻറ്റം വി പെന്നിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ കെർസറ്റ് ഗ്രീൻ, റിപ്പിൾ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9000+ എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അരക്കേടില്ലാത്തൊരു പ്രോസസറാണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ മൊത്തം ഫോണിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ച പ്രോസസറാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ. ഇപ്പം പ്രോസസർ എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തരക്കേടില്ലാത്തൊരു പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 512 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. LPDDR5X റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുള്ളൂ. 80,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ അതിലും കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ 1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് OmniVision OV50H സെൻസറാണ്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 115 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 50 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഡിസ്പ്ലേയിലും 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5750 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ മികച്ച ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതുപോലെ തന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലും മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 12 GB റാം 512 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 79,999 രൂപയാണ്.
ഡിസംബർ 13 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ തന്നെ ഫോൾഡബിൾ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. അല്ല നല്ലൊരു ഫോൾഡബിൾ ഫോണും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ സാംസങ്ങിന്റെ ഒക്കെ ഫോൾഡബിൾ ഫോൺസ് ഒക്കെ വരുന്നുണ്ട്, അത് നോക്കാം. അല്ല കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതും നോക്കാം എന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ നല്ല ഫീച്ചേഴ്സ് വരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.